ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി 96 മണ്ഡലങ്ങളാണ് തിങ്കളാഴ്ച ജനവിധി തേടുന്നത്. അതോടൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 75 വയസ്സിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്നും ഇക്കാര്യത്തിൽ ബിജെപിയിൽ ആശയക്കുഴപ്പമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി 96 മണ്ഡലങ്ങളാണ് തിങ്കളാഴ്ച ജനവിധി രേഖപ്പെടുത്തുന്നത്. വിവരങ്ങൾ. രോഹിണി, 9 സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടുന്ന മണ്ഡലം, അങ്ങനെ 9 സംസ്ഥാനങ്ങളും 10 ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലാണ് ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും പരമാവധി വോട്ടുകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യമാണ് ബിജെപിയും കോൺഗ്രസും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാന മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 24 മണ്ഡലങ്ങളുണ്ട്. ഈ 24 മണ്ഡലങ്ങളിലും ഒറ്റക്കെട്ടായാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ആന്ധ്രയിൽ ഇതിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ തെലങ്കാനയിൽ 17 മണ്ഡലങ്ങൾ, ആ 17 മണ്ഡലങ്ങളും ഒറ്റക്കെട്ടായി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടാതെ ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ മണ്ഡലങ്ങളുള്ളത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട, അതേപോലെ തന്നെ ഗിരിരാജ് സിംഗ് എന്നിവർ മത്സരരംഗത്തുണ്ട്. അതേപോലെ തന്നെ ഹൈദരാബാദ് പരിശോധിക്കുമ്പോൾ അവിടെ ഹൈദരാബാദ് മണ്ഡലം ഏത് വിധേനയും പിടിച്ചടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുൻ സിനിമാ താരം മാധവി ലതയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ഒവൈസിക്ക് നേരെ, അല്ലെങ്കിൽ ഒവൈസിയിൽ നിന്നും ഒവൈസിയുടെ തട്ടകമെന്ന് കരുതപ്പെടുന്ന ആ മണ്ഡലം ഏത് രീതിയിലും പിടിച്ചടക്കണം. അതിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പത്രികയിലടക്കം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ വേളയിൽ പരമാവധി സാമുദായികമായ വോട്ടുകൾ കൂടി നേടുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിരന്തരമായി ഇപ്പോൾ ഈ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നും ഈ ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അതേപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ വീര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായി. മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഈ പാകിസ്ഥാൻ അനുകൂല പ്രസ്ഥാനവുമായി മണിശങ്കർ അയ്യർ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ നിരന്തരം കോൺഗ്രസിൻ്റെ നേതാക്കൾ പാകിസ്ഥാൻ പ്രണയം കാണിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ ഈ AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രകോപനപരമായ ഉള്ള പ്രസംഗങ്ങളും മറ്റും ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇതിനോടകം തന്നെ AICC നൽകി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ് സാരം. നന്ദൻ, അതോടൊപ്പം നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ശക്തമായ മറുപടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത്. മോദിയുടെ പ്രായം സംബന്ധിച്ചുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യത്തിന് സെപ്റ്റംബർ 17-ന് നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയും. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ നിന്നും അതേപോലെ തന്നെ ഈ പ്രധാനമന്ത്രി പദവുമൊക്കെ വിട്ടൊഴിഞ്ഞ് അദ്ദേഹം പൂർണ്ണമായും വിശ്രമത്തിലേക്ക് കടക്കുമെന്നാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിച്ചത്. ഇതിന് ഉദാഹരണമായി അദ്ദേഹം LK അദ്വാനിയും അതേപോലെ തന്നെ സുഷമ സ്വരാജും അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ ഇപ്പോൾ ഈ 75 വയസ്സ് തികയുമ്പോൾ പൂർണ്ണമായും നരേന്ദ്രമോദി വിട്ടുനിൽക്കും. അപ്പോൾ അവിടെ യോഗി ആദിത്യനാഥിനും സ്ഥാനമുണ്ടാകില്ല. പകരം അമിത്ഷയാകും പ്രധാനമന്ത്രി. നിലവിലിപ്പോൾ നരേന്ദ്രമോദി വോട്ട് തേടുന്നത് അത് അമിത്ഷയെ പ്രധാനമന്ത്രിയാക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള പ്രസ്താവനയാണ് ജയിൽ മോചിതനായ ശേഷം ആദ്യമായി നടത്തിയ പൊതുപരിപാടിയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അരവിന്ദ് കെജ്രിവാളിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്തെത്തി. അമിത്ഷാ വ്യക്തമാക്കുന്നത് പാർട്ടി ഭരണഘടനയിൽ അത്തരമൊരു കാര്യം സൂചിപ്പിക്കുന്നില്ല. അതായത് 75 വയസ്സെന്നോ അല്ലെങ്കിൽ വിരമിക്കൽ പ്രായമെന്നോ അല്ലെങ്കിൽ വിരമിക്കൽ സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ പാർട്ടി ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നില്ല. അതിനാൽ തന്നെ അത്തരമൊരു കാര്യത്തിൽ ആശങ്ക വേണ്ട. മാത്രമല്ല BJPക്ക് ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനുമില്ല. കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ അടുത്ത തവണ വരും. വീണ്ടും വികസന തുടർച്ചയിൽ പ്രധാനമന്ത്രി തന്നെ കീ പോയിന്റിൽ പ്രധാന സ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്നും ഇന്ന് അമിത്ഷാ അരവിന്ദ് കെജ്രിവാളിന് മറുപടി നൽകിയിരിക്കുന്നു. രോഹിണി.